മെയിൻ കാരണം. ഹലോ ഗായ്സ്, അപ്പോ ഇന്ന് നമ്മൾ വളരെ വെറൈറ്റി ഒരു ട്രിപ്പിനാട്ടോ പിടിച്ചേക്കുന്നത്. കാരണം ഞങ്ങള് തുടക്കത്തിൽ 2-3 ഇടത്ത് പോകാനായിട്ട് പ്ലാൻ ചെയ്തു. അതെ, അതെ, അതാണ്. അപ്പൊ ഉമ്മായും ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ. അപ്പൊ ഇന്ന് വെറൈറ്റി ട്രിപ്പാ സംഭവം. അജ്മൽ പറഞ്ഞതുപോലെ തന്നെ ഒറ്റ ട്രിപ്പ്. അതായത് നമ്മൾ ഇറങ്ങാനായിട്ട് നിന്ന് ഇറങ്ങി അവിടെ പോകാൻ ടൈമിന്റെ വിഷയം കൊണ്ട് ഞങ്ങളത് ക്യാൻസൽ ചെയ്തിട്ട് വരുന്ന വഴിക്കാണ് ഈ സ്ഥലത്തോട്ട് പോകാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. ഒരു വെറൈറ്റി എവിടാണ് എന്താണെന്നുള്ളതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് വഴിയെ കാണാം. അപ്പൊ ഓക്കെ, ബാക്കി വിശേഷം റോഡിൽ. ഉമ്മാന്റെ നിർബന്ധപ്രകാരം നമ്മള് ചന്ദനക്കാവ് പള്ളിയിലെത്തി. നമ്മളിപ്പോ കൊളുത്തുപുഴ എത്തി. ഇപ്പൊ നമ്മള് നേരെ പൊക്കോണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഫുഡൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇനി അത് എവിടെയെങ്കിലും നിർത്തിയിട്ടൊന്ന് കഴിക്കണം. ഗൈസ്, സാറല്ലേ പറഞ്ഞ പുനലൂര് വഴി പോയാലേ വ്യൂ ഉള്ളൂ, ഇതുവഴി വ്യൂ ഇല്ല. എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. കപ്പിൾസ് ഒക്കെ പോകുന്നുണ്ട് ഗൈസ്. ഞങ്ങളും പണ്ട് ഇതണക്കുള്ള സ്കൂട്ടിയിലും ബൈക്കിലും ആയിട്ട് കൊറേ പോവായിരുന്നു. ഓർമ്മയുണ്ടോ? ഉമ്മ പറയുന്നത് കൊരങ്ങൻ വന്ന് ചോറ് എടുത്തോണ്ട് പോകുന്നാല് കവറിന്ന് എടുത്തോണ്ടു അല്ലേ? അതെ, പേടിയാ. സോ ഗൈസ്, അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ ടൈമായി. അപ്പൊ കാറിന്റെ ഡിക്കിമേല് ഞമ്മള് സെറ്റാക്കി അല്ലേ. ഉമ്മായി അജ്മലും അകത്തുണ്ട്, അവരവിടെ നിന്ന് കഴിക്കുന്നു. നമ്മളിങ്ങനെ പുറത്ത് ഡിക്കിയൊക്കെ തുറന്നു വെച്ച് ആസ്വദിച്ച് കഴിക്കുന്നു. ജോലിക്കാരിക്ക് ജോലി വന്നു കേട്ടോ. എടാ ജോലിക്കാരി ആരാ? ഓ, ജോലിക്കാരി ട്രിപ്പിന് പോകുമ്പോ പോലും ജോലി എടുക്കുന്നൊരു ജോലിക്കാരി. എന്താല്ലേ ഇവരൊക്കെ അമേരിക്കൻ കലണ്ടർ ആട്ടോ ഫോളോ ചെയ്യുന്നത്. ട്രിപ്പിന്റെ ടൈമിലും കണ്ട, ട്രിപ്പിന്റെ ടൈമിലും ജോലിയാണ് മുഖ്യമെന്ന് പറയുന്ന അല്ലുമ്മ. കൊച്ചിലെ 5, 6, 8 വയസ്സിലും 10 വയസ്സിലും 10 വയസ്സിൽ നൗഫലും അജ്മലും കൂടെ അടി കൂടുന്നതാ. നൗഫൽ പറയാം ഉമ്മ ഷൂ ഷൂ ഷൂ, അജ്മൽ പറയാം ഉമ്മ എന്റെ നോണയല്ലേ ഉമ്മക്കൊക്കെ പറഞ്ഞത്. സോ ഗൈസ്, അപ്പോൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്കൊരു 17-18 കിലോമീറ്ററും കൂടെ ഉള്ളൂ ബാലൻസ് എത്താൻ. അപ്പോൾ ഗൈസ്, വണ്ടിക്കകത്ത് കയറിയ ഉടനെ അല്ലുമ്മ അഴിച്ചു കുത്തൽ തുടങ്ങി. എൻ്റെ ഗിയർ ഡോമ്പിൽ ഇട്ടേക്കുന്ന സാധനങ്ങളുണ്ട്, പിന്നുകള്. തങ്ങാണ് ഞാൻ അറിയാണ്ട് കയറി പിടിക്കണം, എൻ്റെ കയ്യമ്മയെ കുത്തി കയറണം. എന്തോ ഒരെണ്ണം തറയിലോട്ടിട്ട് ഗൈസ്. അതിനോടുകൂടെ കുഴപ്പമുണ്ടോ? ഒരെണ്ണം ആണോ? അപ്പൊ ഓക്കെ, കുഴപ്പമില്ല. പല വിധത്തിലും മുഖം നോക്കുന്ന ടീമുകളെ കണ്ടിട്ടുണ്ട്. ദേ എന്റെ കണ്ണാടി ഊരി എടുത്തിട്ടാണ് ഇവള് മേക്കപ്പ് സെറ്റ് ചെയ്യുന്നത്. ആ മോന്ത ഒന്ന് കാണിച്ച്. അതിനിങ്ങനെ ഊരി എടുക്കേണ്ട കാര്യമുണ്ടോ? നോക്കിയേ, അതിന് ഒന്ന് എത്തിയാ കിട്ടും. പറ്റത്തില്ല, അത് ഊരി എടുത്തിട്ട് വേണം നോക്കാനായിട്ട്. വെറൈറ്റി തന്നെ ഇത്. നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു, വീണ്ടും യാത്ര തുടരുകയാണ്. യെസ് ഗൈസ്, നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ യാത്ര. പുനലൂര് വഴി തെമ്പല പോകുന്നതിനെക്കാളും 5000 കിലോമീറ്റർ. അതാരാണ് പറഞ്ഞു തന്നത്? അല്ലുമ്മന്റെ കുടുംബക്കാരിയെ കിട്ടി. പറയൂ ഹായ്. ഓണ്ടറേന്റെ അപ്പൂപ്പ വിളിക്കുന്ന നിന്നെ. നോക്കിയല്ലോ അതെന്താ സംഭവം? അജ്മലേ, എന്റെ കൂട്ടുകാരൻട്രാ കടിക്കാൻ സാധ്യതയുണ്ട്. സോ ഗൈസ്, അപ്പൊ നമ്മള് ഓട്ടുചട്ടിയിലേക്കാണ് ഗൈസ് എത്തിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല വ്യൂ ഇവിടെ ഉണ്ട്. നമ്മള് പണ്ട് വന്നതാണ്. ടിക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഗൈസ്, സംഭവം ടിക്കറ്റ് ഫീ ഉണ്ട്. അതിന് കുട്ടവഞ്ചി, അതുപോലെ തന്നെ വഞ്ചി, തോണി, അതിനൊക്കെയാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. അല്ലാണ്ട് വന്ന് വ്യൂ ചെയ്ത് പോകുന്നതിന് ഇവിടുത്തെ മുകളിലത്തെ വ്യൂ ആണ് സംഭവം. ഇപ്പൊ വെള്ളം കുറവാണ്, നിറച്ച വെള്ളവും. സോ ഗൈസ്, അപ്പൊ നമ്മുടെ എന്താ ബോട്ട് കെട്ടി തെമ്മലയിലോട്ട് പോകുന്ന വഴിക്കുള്ള ബോട്ട് കെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോഴത്തെ നമ്മുടെ വ്യൂ. സംഭവം വ്യൂ ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫീ ഉണ്ട്. അത് ബോട്ടിങ്ങും കാര്യങ്ങളും ചെയ്യുന്നവർക്കാണ്. വന്ന് ജസ്റ്റ് പാർക്ക് ചെയ്ത് കണ്ടിട്ട് പോകുന്നതിന് ഫീയും കാര്യങ്ങളും ഒന്നുമില്ല.
ഇപ്പം ടൈം പീരീഡും കാണും കേട്ടോ. വൈകിട്ട് 5 മണി വരെ എങ്ങാണ്ടാണ്. വൈകിട്ട് 5 മണി ക്ലോസ് ആവും. അപ്പോൾ അടുത്തടുത്തോട്ട് നമ്മളിപ്പോ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളിപ്പോ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് അല്ലേ? ഇതല്ല ലൊക്കേഷൻ. അപ്പൊ നിങ്ങൾ തെമ്മലയായിരിക്കും. തെമ്മലയാണ് ലൊക്കേഷൻ. അത്രയ്ക്ക് വെറൈറ്റി ഒന്നും ഇല്ല. നമ്മൾ തെമ്മല ഡാം എത്തിയിരിക്കുകയാണ്. നമ്മള് വീണ്ടും പൊക്കോണ്ടിരിക്കുകയാണ്. ഏതാണ് തെമ്മല ഡാമിലോട്ട് പോണ്ട എൻട്രി. ഇവിടെ ഒരു ഒറ്റപ്പെട്ട വീട് കണ്ടു ഞാൻ. ഫോറസ്റ്റ് ഓഫീസാണ്. സോറി. പറഞ്ഞോ 13 കിണർ പാലങ്ങളാണ്. അവിടെ ഒരു പാറയെന്ന് വെള്ളമൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ഓരോരുത്തർക്ക് അറിയാം. നമുക്കിവിടെ ഫോട്ടോഷൂട്ട് എടുക്കാൻ നല്ല. നമുക്ക് നമ്മുടെ സേവ് ദ ഡേറ്റ് ഇവിടെ. ഉരുളുവിട്ടാൻ ചാൻസ് ഉണ്ടോ ഇതൊക്കെ? ഇതിന്റെ വായിൽ ഇതല്ലാണ്ട് നല്ല ക്ലൈമറ്റ് ആണ്. മേഘമൊക്കെ നല്ല കിടുകിടാന്നിരിക്കുന്നു അല്ലേ? ആണ് ലൊക്കേഷൻ അതാണ്. പക്ഷെ ഞാൻ പറഞ്ഞു നേരിയ പോവാൻ. അതല്ലേ നമുക്ക് പണ്ടേ ഉള്ള ലൊക്കേഷൻ പറഞ്ഞ് തന്നെ വഴി നമ്മളെന്താ നമ്മള് ഗൂഗിൾ മാപ്പിൽ കാണുന്ന പറഞ്ഞാൽ ഇപ്പൊ ഒരു വലുതോ ഇടതോ മാറിപ്പോവും. നമ്മള് വഴി തിരിയുന്നതിന്റെ മെയിൻ കാരണം അതാണ്. പലയിടത്തും ചെന്ന് നമുക്ക് ഈ കറക്കം അനുഭവിക്കേണ്ടി വരും. കാരണം റേഞ്ച് ഇല്ലാത്തപ്പോ കറങ്ങിയല്ലേ പറ്റൂ. ഇവര് നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് ഇട്ട് കളയും. റോഡ് മിക്കവാറും നമ്മള് രാജാത്തോട്ടത്തിൽ പോയ അതേ വഴിയായിരിക്കും. ജീപ്പിലൊക്കെ സാധനങ്ങൾ കിട്ടിക്കൊണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതേ കാണും. അതെ, പണ്ടത്തെ ഒരു സെറ്റപ്പ്. മറ്റേ ജീപ്പില് ഷെയർ ഇട്ട് 3 സാധനങ്ങളൊക്കെ കിട്ടി. നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി ഒരു 5 കിലോമീറ്ററും കൂടെ ഉണ്ട്. ഇപ്പൊ 4:15 കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ റോഡ് മൊത്തം കട്ടറ. അപ്പൊ നമുക്ക് അങ്ങനെ സ്പീഡിൽ പോകാൻ പറ്റത്തില്ല. മഞ്ഞ് മൊത്തം മഞ്ഞാണ്. ഇപ്പൊ നമ്മൾ ഓൺ ദ വേ. മഴ നല്ല മഴ പെയ്യാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് ഗൈസോട്ട് നല്ലൊരു വ്യൂ ആണ്. നമ്മളിവിടെ എന്റെ ചേട്ടനെ അവിടെ കൊണ്ടുവന്നു. ഗംഭീരമായ ഡ്രൈവിങ്ങിനുള്ളിൽ നമ്മൾ എത്തി. വെള്ളച്ചാട്ടം മല മൊത്തം ചേർന്നു ഗൈസ്. അങ്ങനെ മഴയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പം നമ്മളിതാ പോവുകയാണ്. നമ്മള് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പം നൗഫലും അജ്മലും കൂടെ ടിക്കറ്റ് എടുക്കാൻ പോയേക്കുവാണ്. ടിക്കറ്റ് കിട്ടിയെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവര് വരുന്നുണ്ട്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇവിടെ ആൾക്ക് 100 വെച്ചിട്ടാണ് കേട്ടോ. പൈസ കൊണ്ടുവരണം. നമ്മള് പൈസ കൊണ്ടുവരാത്ത കുറച്ച് ടീമുകളാണ് ഇതേണ്ട എടുത്തോണ്ട് ക്യാഷ് അവരുടെ കയ്യിലില്ല, അക്കൗണ്ടിൽ മാത്രമേ ഉള്ളൂ. അക്കൗണ്ടിൽ കൊണ്ടുവന്നാല് നമുക്കത് പറ്റൂല. നമുക്കെന്നല്ല ഇവരെടുക്കത്തില്ല. അവർക്ക് കയ്യിലാണ് വേണ്ടത്. അതുപോലെ തന്നെ റേഞ്ചും കാണില്ല ഇവിടെ. അപ്പൊ ആൾക്ക് 100 രൂപ വെച്ചിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നമ്പര്, അതുപോലെ തന്നെ പേര്, സ്ഥലം ഇതൊക്കെ എഴുതി ഒരു സമ്മതപത്രം അവർ മേടിക്കുന്നതാണ്. അപ്പൊ നമുക്ക് മുകളിലേറെ ബാക്കി വിശേഷങ്ങൾ കാണാം. അകത്തോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ വരുമ്പോഴത്തേക്ക് കൂടുതലും ക്യാഷ് കയ്യിൽ കരുതണം. കൂടുതലല്ല ക്യാഷ് കയ്യിൽ കരുതുന്നതല്ല. ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ റേഞ്ച് കിട്ടത്തില്ല. ഇവിടുത്തെ തേയിലത്തോട്ടമാണ്. നമ്മള് അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഏതായാലും ടിക്കറ്റ് കിട്ടിയോണ്ട് നമുക്കൊരു സമാധാനമുണ്ട്. കാരണം ഇനിയിപ്പം 5:30 ആയാലും 6 മണി ആയാലും പ്രശ്നമില്ല. നമുക്ക് അവര് നമ്മളെ തേടി അങ്ങോട്ടൊന്നും വരുത്തിയൊന്നുമില്ല. നമുക്ക് സമയത്ത് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാം അല്ലേ? അതെ, സംഭവം പേടിച്ചിരുന്നതാണ് ഞാൻ. ടിക്കറ്റ് കിട്ടുവോ ഇല്ലയോ എന്നുള്ള. കാരണം 5:30ക്കാണ് ക്ലോസിംഗ് ടൈം അവര് പറയുന്നത് ഓൺലൈനിലും. അതുപോലെ തന്നെ താഴെ നമ്മൾ ചായ കുടിക്കാൻ നിർത്തിയ ഒരു കടയിലും എന്ത് ചെയ്തു, ആദ്യം നമ്മളൊരു ചായ കുടിച്ചായിരുന്നു. അന്നേരം അവിടെ പറഞ്ഞതാണ് അവർ 5:30 ആകുമ്പോഴത്തേക്കിന് അടയ്ക്കുമെന്ന്. അന്നേരം നമ്മൾ ഇത്രയും കട്ടറിൽ വണ്ടി ഓടിച്ച് കയറ്റുമ്പോഴത്തേക്കിന് എങ്ങനെ വന്നാലും ആ ടൈമിന് നമുക്ക് എത്താൻ പറ്റൂല. അങ്ങനെ പേടിച്ച് നിന്നാണ്. അവിടെ ചെന്നപ്പോഴത്തേക്കിന് മൂപ്പര് ഗേറ്റൊക്കെ പിടിച്ച് അടച്ചായിരുന്നു. അത് ഞാൻ വിചാരിച്ച് എല്ലാവരും തിരിച്ചു വിടാനായിരിക്കും സംഭവം. പാസ് എടുക്കാനായിരുന്നു. എന്തായാലും അൽഹംദുലില്ലാ നമുക്ക് ടിക്കറ്റ് കിട്ടി എന്നുള്ളതാണ്.
അപ്പം ഇവിടെ ഒരു ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. മൊത്തവും തേയിലത്തോട്ടമാണ്. ഇങ്ങോട്ടാണ് അങ്ങോട്ടാന്ന് ഇങ്ങോട്ടാന്ന് അതുകൊണ്ട് രണ്ട് വഴിയാണ് കാണുന്നത്. ഇപ്പൊ ഇത് ഏത് വഴിയാന്ന് ഞങ്ങൾക്കും ഒരു പിടുത്തവും ഇല്ല. മഴ തോന്നുന്നുണ്ടോ? നാപ്പതുണ്ട്. നമ്മൾ എത്തിയില്ല. ഇനി അങ്ങോട്ട് വഴിയൊക്കെ ഇവിടെ നല്ല ഓഫ് റോഡാണ് കേട്ടോ. ഏറ്റവും മുകളിലാണ് വ്യൂ പോയിന്റ് ഉള്ളത്. അപ്പം വഴി അത്യാവശ്യം പ്രശ്നമാണ്. ഒരു കുഴിയൊക്കെ ഉണ്ട്. അതെ അതെ. അത് കല്ലല്ല, അതെന്റെ ബാക്കിൽ പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഇനിയിപ്പം ഇപ്പൊ നമ്മള് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ കുറച്ച് സീനാണ് തോന്നുന്നത്. കാരണം വെള്ളമൊക്കെ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ വെള്ളം റിസ്ക് ആണ്. എന്തായാലും ആളൊന്നിറങ്ങി നോക്കട്ടെ കേട്ടോ. അന്ന വ്യൂ എന്ന് വെച്ചതാണ്. സോ ഗായ്സ്, ഇതാണ് ഒരു വ്യൂ പോയിന്റ്. നമുക്ക് മുകളിലോട്ട് കയറാൻ പറ്റിയില്ല ഗൈസ്. സംഭവം അവിടെ മൊത്തവും സീനായതുകൊണ്ട് എന്ത് ചെയ്തില്ല, നമുക്ക് കയറാൻ പറ്റിയില്ല. വണ്ടിയും കൊണ്ട് ആ കുന്ന് കയറാൻ പറ്റില്ല. അപ്പോൾ ഇവിടം വരെ എന്ത് ചെയ്യാൻ നമുക്ക് കയറാൻ പറ്റും. മഴ സമയത്ത് മുകളിലോട്ട് കയറാൻ വലിയ ചടങ്ങേറാണ്. സംഭവം ഇതിൻ്റെ അടി അടിപൊളിയാട്ടോ. ഈ കണ്ട വ്യൂസ് എല്ലാം നല്ല സെറ്റപ്പ് പരിപാടിയാണ്. ഒരു സ്ഥലമില്ലാത്തടത്താണ് ഞാൻ കൊണ്ടുവച്ച് റിവേഴ്സ് അടിച്ച് കളിച്ചുകൊണ്ടിരുന്നത്. രണ്ടുപേര് വന്നത് കൊണ്ട് എന്തായാലും അൽഹംദുലില്ലാ റാഹത്തായിട്ട് നമുക്ക് റിവേഴ്സ് എടുക്കാൻ പറ്റും. നമ്മളിപ്പോ തിരിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അജ്മല്? അജ്മലിന്റെ ഫോട്ടോ എടുക്കാൻ പറ്റാത്തതിന്റെ നല്ല വിഷമമുണ്ട്. പക്ഷെ നമ്മുടെ കാലാവസ്ഥ അതിനെ സമ്മതിക്കുന്നില്ല. ഭയങ്കര മഴ, ഭയങ്കര മഴയാണ്. അത് നല്ല കാറ്റും നല്ല തണുപ്പും എല്ലാം ഉണ്ട്. ഓഫാക്കി ഒന്നും കാണാൻ പറ്റുന്നില്ല. ഞാൻ ചുമ്മാ അറിഞ്ഞാണ്. നല്ല മഞ്ഞുണ്ട് ഗൈസ്. മഞ്ഞുകൊണ്ട് മൂടിക്കിടക്കുകയാണ് അവിടെ മൊത്തം. ചിറ കുഞ്ചി മഴയത്ത് ഗൈസ്, അങ്ങനെ ഞങ്ങളിപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുക്കാനായിട്ട്, നമുക്ക് മറ്റേടത്തുനിന്ന് ഫോട്ടോ എടുക്കാം, അങ്ങനെ വലുതായിട്ട് പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഫോട്ടോസ് എടുക്കാനായിട്ട് നമ്മൾ ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് നിങ്ങൾ കാണും. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ഫോട്ടോസ് എടുക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണ്. സോ ഗൈസ്, നമ്മൾ ആ കാണുന്ന കുന്നിന്റെ മണ്ടേന്നാണ് ഇതും കൊണ്ട് ഇറങ്ങി വന്നത്. ഉമ്മാന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? മല ഇറങ്ങിയത് ഭയങ്കര ഭയങ്കരമായ പേടിയായ മല. പേടിച്ചാവാ? എന്തിനു പേടിക്കണം? ഉമ്മാരുടെ സ്ഥലത്ത് വല്ലുമായിരുന്നു വണ്ടി. ഉമ്മാക്ക് എങ്ങനെ ഉണ്ട്? ഇഷ്ടപ്പെട്ടായിരുന്നോ? ഇഷ്ടപ്പെട്ടു. പക്ഷെ മല കയറിയപ്പോ കുറച്ച് പേടിച്ച്. നമ്മളിതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണ്ടേ? സോ ഗൈസ്, തെമ്മല വഴി വരുമ്പോഴത്തേക്കിന് പുനലൂർ റൂട്ടിൽ നമുക്ക് ലുക്ക് ഔട്ട് എന്ന് പറഞ്ഞിട്ടൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ആണ് ഗൈസ് ലുക്ക് ഔട്ട്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളു ഗൈസ്. അപ്പം നമ്മുടെ ചെറിയൊരു ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പോൾ ഓക്കെ, ബൈ.